ഇന്നത്തെ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് SSCയുടെ GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാനുവരി 10th സ്റ്റാർട്ട് ചെയ്ത എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഒരു ദിവസം 4 ഷിഫ്റ്റുകളായിട്ട് ഇങ്ങനെ എക്സാംസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, GDക്ക് പ്രിപ്പയർ ചെയ്തിരുന്ന കുറേ കൂട്ടുകാർക്ക് ബെനിഫിഷ്യറി ആവുന്ന രീതിയിൽ നമ്മൾ 20 ഡേയ്സിന്റെ യൂട്യൂബ് ഫ്രീ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ചാനൽ മുഖേന പ്രൊവൈഡ് ചെയ്തിരുന്നു. അതെല്ലാം തന്നെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതൊക്കെ ബെനിഫിറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് എത്തുന്നത് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ജനറൽ അവയർനെസിന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ദിവസത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പൊ 2 ദിവസത്തെയും ബേസ് ചെയ്തുകൊണ്ട് തന്നെ കുറെ അധികം ക്വസ്റ്റ്യൻസ് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള നമ്മളെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇനി അങ്ങോട്ട് എക്സാംസ് ഉള്ള എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ക്ലാസ് വളരെയധികം ബെനിഫിഷ്യറി ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഒക്കെ അമർത്തുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെയുള്ള ആളുകൾ നന്നായിട്ട് പഠിക്കുന്ന ഇനി അവരുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുപോലുള്ള കൂട്ടുകാർക്ക് ബെനിഫിഷ്യറി ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതിന്റെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും. ഓക്കെ, അപ്പൊ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ക്യാപിറ്റൽ ഓഫ് ശ്രീലങ്ക ഈസ് ഡാഷ്. ഓക്കെ, ഇത് SSCയുടെ GD കോൺസ്റ്റബിളിൽ ഫസ്റ്റ് ഡേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ക്യാപിറ്റൽ ഓഫ് ശ്രീലങ്ക, ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻസ് നൽകിയിട്ടിരുന്നു. നമ്മൾ ഓപ്ഷൻസ് നോക്കുന്നില്ല, നമ്മൾ ഒരൊറ്റ ഉത്തരത്തിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുകയാണ്. നോട്ട് ചെയ്ത് വെക്കുക, ആൻസർ ശ്രീ ജയവർദ്ധനപുര കോട്ട എന്നാണ്. ഓക്കെ, ശ്രീ ജയവർദ്ധനപുര കോട്ട എന്ന് പറയുന്നതാണ് ശ്രീലങ്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സദേൺ ഭാഗത്ത്, ഇന്ത്യയുടെ സദേൺ ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു കൺട്രിയാണ് ഇത് ശ്രീലങ്ക, നമുക്കറിയാം. ഓക്കെ, ആ കൺട്രിയുടെ ക്യാപിറ്റൽ ആണ് ഇത് ശ്രീ ജയവർദ്ധനപുര കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ആണ് ശ്രീ ജയവർദ്ധനപുര കോട്ട എന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ ഒരു ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ വലിയ വലിയ ഇ കൊമേഴ്സും കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് കൊളംബോ ആണ്. ഓക്കെ, അപ്പൊ ശ്രീ ജയവർദ്ധനപുര കോട്ട എന്ന് പറയുന്നത് ക്യാപിറ്റലും അതുപോലെ തന്നെ ഏതാണ് കൊമേഴ്ഷ്യൽ സെന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, കൊളംബോയുമാണ്. ഓക്കെ, ഇനി ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ഇതിന്റെ ന്യൂസിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉള്ള അവിടുത്തെ നാടകീയ രംഗങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഈ 2 ക്വസ്റ്റ്യൻ കൂടെ, ഈ 2 പോയിന്റ്സും കൂടെ കണക്ട് ചെയ്ത് വെക്കുക. ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ, അതായത് പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിനേശ് ഗുണവർദ്ധനയാണ്. ഓക്കെ, ദിനേശ് ഗുണവർദ്ധന എന്ന് പറയുന്ന വ്യക്തിയാണ് ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടുത്തെ പ്രസിഡന്റ് ഇപ്പോഴത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെനിൽ വിക്രമസിംഗെയാണ്. ഓക്കെ, റെനിൽ വിക്രമസിംഗെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ശ്രീ ജയവർദ്ധനപുര കോട്ടയാണ് ശ്രീലങ്കയുടെ ക്യാപിറ്റൽ. ഓക്കെ, കൊമേഴ്ഷ്യൽ സെന്റർ ഏതാണ്, കൊളംബോയാണ്. ഓക്കെ, ഇപ്പോഴത്തെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്, ദിനേശ് ഗുണവർദ്ധനയാണ്. ഓക്കെ, ഇനി പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, റെനിൽ വിക്രമസിംഗെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: ലോർഡ് ബുദ്ധ ഗേവ് ഹിസ് ഫസ്റ്റ് സെർമൺ അറ്റ് ഡാഷ്. ഓക്കെ, ലോർഡ് ബുദ്ധ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗമൊക്കെ നടത്തുന്നത്, അതാണ് സെർമൺ എന്ന് ഉദ്ദേശിക്കുന്നത്, അത് എവിടെ വെച്ചാണ്, ഓക്കെ എന്നുള്ളതാണ് ചോദ്യം. മിഡീവൽ ഒരു ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണത്. ഓക്കെ, ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, സാർനാഥ് ആണ്. ഓക്കെ, സാർനാഥ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ബുദ്ധയുടെ ഫസ്റ്റ് സെർമൺ, അതായത് ഫസ്റ്റ് പ്രഭാഷണം എന്നൊക്കെ വരുന്നത് എവിടെ വെച്ചാണ്, സാർനാഥ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ കറന്റ്ലി ഇപ്പൊ നമ്മളുള്ള ഉത്തർപ്രദേശിലെ വാരണസി ആയിട്ട് വരും ഇപ്പൊ നേരത്തെയുള്ള ഈ സാർനാഥ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഇത് ഈ മെഡീവൽ ബുദ്ധിസ്റ്റ് ആർട്ടിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു ലോർഡ് ബുദ്ധയുടെ ഫസ്റ്റ് സെർമൺ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ആ പ്രദേശം നോട്ട് ചെയ്ത് വെക്കുക, സാർനാഥ് ആണ്. ഇപ്പോഴത്തെ എവിടെയാണ്, ഉത്തർപ്രദേശിലെ വാരണസിയിലാണ് ഈ സാർനാഥ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, വാരണസിയുടെ MP ആരാ? കഴിഞ്ഞ ഒരു CHSL ചോദിച്ചൊരു ചോദ്യമാണ്, ഈ വാരണസി എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MP ആരാണ്? ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാൻ, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇത് വാരണാസി എന്നുള്ളത്. ഓക്കെ, ഇനിയപ്പോ തെറ്റിക്കരുത്, മറക്കാതെ നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. ഇതും സെക്കൻഡ് ഷിഫ്റ്റ് ഒക്കെ ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്: വിച്ച് ടീം വാസ് ദ വിന്നർ ഓഫ് IPL 2022? 2022 IPL. ഓക്കെ, IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് നമുക്കറിയാം, അതിൽ വിന്നർ ആയിട്ടുള്ള ടീം ഏതാണ്? നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്.
അവരുടെ ഫസ്റ്റ് എൻട്രിയിലൂടെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ്, ഗുജറാത്ത് ടൈറ്റൻസ് ആണ് IPL 2022 ജേതാക്കൾ എന്ന് പറയുന്നത്. രാജസ്ഥാൻ റോയൽസിന് ഫൈനലിൽ തോൽപ്പിച്ച് 7 വിക്കറ്റിനാണ് അവർ തോൽപ്പിക്കുന്നത്. അതിനുശേഷം ഗുജറാത്ത് ടൈറ്റൻസ് അങ്ങനെ അവരുടെ ആദ്യത്തെ IPL കിരീടം സ്വന്തമാക്കി 2022. അപ്പൊ ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. 29th മെയ്യിലായിരുന്നു ഈ ഒരു ഫൈനൽ നടന്നത്. 29th മെയ് 2022 ആയിരുന്നു IPL ഫൈനൽ. ആരാണ് ജേതാക്കൾ? ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ആരാണ് ഫൈനൽ വന്നിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് ആണ്. രാജസ്ഥാൻ റോയൽസ് എത്ര വിക്കറ്റാണ് ചോദിച്ചു കഴിഞ്ഞാൽ 7 വിക്കറ്റ്സിനാണ് തോൽപ്പിച്ചത്. ഇനി നടന്ന വെന്യൂ അല്ലെങ്കിൽ സ്റ്റേഡിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഗുജറാത്തിലുള്ള അഹമ്മദാബാദിലുള്ള ഏറ്റവും വലിയ സ്റ്റേഡിയം എന്നൊക്കെ അറിയപ്പെടുന്നതാണ്, നമുക്കറിയാം. അപ്പൊ ആ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഫൈനൽ നടന്നിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. Which articles can't be dissolved in case of national emergency? ദേശീയ അടിയന്തരാവസ്ഥ എന്നൊക്കെ ഒരു സംഭവം വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യാൻ പറ്റാത്ത, പിരിച്ചുവിടാൻ സാധിക്കാത്ത എത്ര ആർട്ടിക്കിളുകൾ അല്ലെ ഏതൊക്കെ ആർട്ടിക്കിളുകൾ ഉള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. പൊളിറ്റിയുമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്തവണയും GD അത് ചോദിച്ചു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ പൊളിറ്റിയുടെ ക്ലാസ്സുകളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഒരു സെഷൻസ് കഴിഞ്ഞ് ഇനി എക്സാംസ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യാം, ആർട്ടിക്കിൾസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പോലുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിനുള്ള ഉത്തരം എന്താണ്? ആർട്ടിക്കിൾ 20 and 21 ആണ്. ആർട്ടിക്കിൾ 20 and 21 ആണ് എപ്പോഴും എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. നാഷണൽ എമർജൻസിയുടെ പീരീഡിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത 2 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, നമുക്കറിയാം. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെട്ടിരിക്കുന്ന അറിയാം. അതിൽ ആർട്ടിക്കിൾ 20ഉം 21ഉം ഒരു കാരണവശാലും എന്തൊരു അടിയന്തരാവസ്ഥ കാലം വന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിരിച്ചുവിടാൻ പറ്റില്ല. ഒരു സിറ്റിസന്റെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറയപ്പെടുന്ന ഈ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള എമർജൻസിയുടെ സമയത്ത് പോലും ഈ ഫണ്ടമെന്റൽ ആണ് ഇത്രയും 2 കാര്യങ്ങൾ എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 20 എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോ എക്സ്പാക്ടോ ഫാക്ടോ ലോ എന്ന് പറയുന്നത്, നോ ഡബിൾ ജിയോപാർഡി, നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആർട്ടിക്കിൾ 20 പഠിച്ചിട്ടുണ്ട്. പ്രതി തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സാക്ഷിയാവാൻ പറ്റില്ല. പിന്നെ ഒരു കുറ്റത്തിന് തന്നെ 2 തവണ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നതാണ്. അപ്പൊ ആർട്ടിക്കിൾ 20 and 21 എന്താണ്? ഒരു കാരണവശാലും നാഷണൽ എമർജൻസിയുടെ പീരീഡിൽ ബാക്കി എല്ലാം സസ്പെൻഡ് ചെയ്താൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ 2 എന്ത് ചെയ്യാൻ പറ്റില്ല, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള 2 ആർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൂട്ടുകാർ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. വിച്ച് പ്ലാനറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി യെല്ലോ പ്ലാനറ്റ്? യെല്ലോ പ്ലാനറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ്? നമുക്കറിയാം എത്ര പ്ലാനറ്റ്സ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതിൽ യെല്ലോ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏത് പ്ലാനറ്റ് ആണ്? വീനസ് ആണ്. വീനസ് ആണ്. ഒരു യെല്ലോയിഷ് അപ്പിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് നമുക്ക് ആകാശത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വീനസിന് ഒരു യെല്ലോയിഷ് അപ്പിയറൻസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെ യെല്ലോ പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. യെല്ലോ പ്ലാനറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? വീനസ് ആണ്. ഇനി മറ്റൊരു പ്രത്യേകത കൂടി വീനസിനുണ്ട്. എർത്തിന്റെ സിസ്റ്റർ, എർത്തിന്റെ ഒരു സഹോദരി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ എർത്തിന്റെ ട്വിൻ എന്ന നിലയ്ക്കോ അറിയപ്പെടുന്ന ഒരു പ്ലാനറ്റ് കൂടിയാണ് ഇത് വീനസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് സൈസും അതുപോലെ തന്നെ കോമ്പോസിഷൻ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം എർത്തുമായിട്ട് സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാനറ്റ് ആണ് ഇത് വീനസ് എന്ന് പറയുന്നത്. സോ വീനസ് ഇസ് നോൺ ആസ് ദി യെല്ലോ പ്ലാനറ്റ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ദി എർത്ത് സിസ്റ്റർ ഓർ എർത്ത് ട്വിൻ. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലാർജ് സൈസ് ആൻഡ് composition, it is similarly compared with the earth, so it's known as earth's twin or earth's sister. അപ്പൊ യെല്ലോ പ്ലാനറ്റ് ഏതാണ്? വീനസ് ആണ്. ഇനി മറക്കരുത്, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇൻഡെക്സുകളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യ വാസ് റാങ്ക്ഡ് ഡാഷ് ഇൻ ദ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2022. 2022 ഹാപ്പിനെസ് ഇൻഡെക്സ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ ഫേമസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ 136th ആണ്. 136th പൊസിഷൻ ആണ്. 146 രാജ്യങ്ങളുള്ള ഒരു ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ 136ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ് തുടർച്ചയായിട്ട് കൺസിക്യൂട്ടീവ് ആയിട്ട് 5th ടേം ആണ് എന്ത് ആ ഒരു ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്ടൈൻ ചെയ്യുന്നത്. സോ യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ഇന്ത്യ ഹാസ് ബീൻ പൊസിഷൻ വിത്ത് 136th position. It has been ranked with 136th position in the World Happiness Index. Also we have to remember that the Finland for the 5th consecutive term was
ടോപ്ഡ് ദ എൻറ്റയർ ലിസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഇൻഡെക്സിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക. അതുപോലെ ഗ്ലോബൽ ജെൻഡർ ഇൻഡെക്സ് ഉണ്ട്, ഡെമോക്രസി ഇൻഡെക്സ് ഉണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ തന്നിട്ടുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ റാങ്കുകളും അതുപോലെ തന്നെ ഇൻഡെക്സുകളും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നുണ്ട്. COP27 വാസ് ഓർഗനൈസ്ഡ് ഇൻ വിച്ച് കൺട്രി? ഓക്കെ, COP27 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ക്ലൈമറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കോൺഫറൻസ് ഒക്കെയാണ്. കോൺഫറൻസ് പാർട്ടീസ് വിത്ത് UNCC എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ അത് നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. നോട്ട് ചെയ്ത് വെക്കുക, ഈജിപ്തിലാണ്. ഓക്കെ, ഈജിപ്തിൽ വെച്ചാണ് യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഓഫ് UNFCC. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിം വർക്ക് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ലെങ്കിൽ പോലും എവിടെയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടന്നത്? ഈജിപ്തിലാണ്. കുറച്ചുകൂടെ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷാം എൽ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഈജിപ്തിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ കോൺഫറൻസ് നടന്നത്. ഓക്കെ, ഈ ഒരു നടന്നത് എന്ന് പറയുന്നത് 27th എഡിഷൻ ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 27th എഡിഷൻ ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഓക്കെ, 2022 നടന്നത്. 6th നവംബർ മുതൽ 20th നവംബർ വരെ 2022 6th നവംബർ മുതൽ 20th നവംബർ വരെയുള്ള കാലയളവിൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ആണ് ഇത്. ഈ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP27 എന്നൊക്കെ ബ്രീഫ്ലി പറയാൻ പറ്റുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, വേദിയായത് എവിടെയാണ്? ഈജിപ്തിലുള്ള ഷാം എൽ ഷെയ്ഖ് എന്ന് പറയുന്നത്. ഓക്കെ, GDക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഗ്ലോബൽ കോൺഫറൻസ് ഫോർ യങ് പാർലമെന്റേറിയൻസ്. ഓക്കെ, ഗ്ലോബൽ കോൺഫറൻസ് ഫോർ യങ് പാർലമെന്റേറിയൻസ് എന്നൊക്കെ പറയുന്നത് 8th എഡിഷൻ നടന്നത് ഏതേ സ്ഥലത്താണ്? ഈ ഷാം എൽ ഷെയ്ഖ് എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. ഓക്കെ, ഈ ഈജിപ്തിൽ തന്നെയാണ് നടന്നത്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് രാജ്യസഭ ഒരു MP അവിടെ, നാഗാലാൻഡിൽ ഒരു രാജ്യസഭ ഫസ്റ്റത്തെ വുമൻ രാജ്യസഭ MP ആണ് അവിടെ നിന്ന് നമ്മളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെ പങ്കെടുത്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. 27th എഡിഷൻ എവിടെ നടന്നു? ഈജിപ്തിൽ നടന്നു. ഇനി 28th എവിടെയാണ് ഓർഗനൈസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ദുബായിൽ വെച്ചാണ് യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടക്കാൻ പോകുന്നത്. 28th വേദിയാവുന്നത്, 28th എഡിഷന് വേദിയാവുന്നത് ദുബായിൽ വെച്ചാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നോബഡി ലൈക്സ് എ ജോക്കർ, ദിസ് ബുക്ക് ഹാസ് ബീൻ ഓതേർഡ് ബൈ ഡാഷ്. അപ്പൊ നമുക്കറിയാം ഏതൊരു എക്സാം ആയിക്കോട്ടെ അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറൽ അവയർനെസ്സിലെ ഒരു സെഷനാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, SSCക്ക് എപ്പോഴും ഫേവറേറ്റ് ഏരിയയിലുള്ള ഒരു സംഭവമാണ് ഈ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 2022 കാലഘട്ടങ്ങളിലുള്ള ബുക്സ് എപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പഴയ ബുക്സ് ആണെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ അധികം ബുക്സ് ആൻഡ് ഓതേഴ്സ് മാക്സിമം എന്ത് ചെയ്യാം, നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഈ ചോദ്യം എങ്ങനെയാണ്? നോബഡി ലൈക്സ് എ ജോക്കർ, ദിസ് ബുക്ക് ഹാസ് ബീൻ ഓതേർഡ് ബൈ ഡാഷ്. ഈ നോബഡി ലൈക്സ് ജോക്കർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതർ ആരാണ്, അല്ലെങ്കിൽ റൈറ്റർ ആരാണെന്നുള്ളതാണ് ചോദ്യം. നോട്ട് ചെയ്ത് വെക്കുക. ടാഷ് ഹക്സ്റ്റെപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ടാഷ് ഹക്സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവർ ഈ ഒരു നോബഡി ലൈക്സ് എ ജോക്കർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു മിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ഫാന്റസിയാണ്. 19th സെഞ്ചുറിയിലെ ഇംഗ്ലണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അതാണ് ഈ നോബഡി ലൈക്സ് എ ജോക്കർ എന്നുള്ള രീതിയിലുള്ള ബുക്കായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, ടാഷ് ഹക്സ്റ്റെപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഹു ഈസ് ദി പ്രസിഡന്റ് ഓഫ് യുക്രൈൻ? ഓക്കെ, യുക്രൈന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്, രാഷ്ട്രപതി ആരാണ്? ഓക്കെ, നമുക്കറിയാം റഷ്യ യുക്രൈൻ വാർ വരുന്ന സമയത്ത് ഇദ്ദേഹം കർമ്മനിരതനായി ഒക്കെ വളരെ റിലൻലെസ് ആയിട്ട് വളരെ അദ്ദേഹത്തിന്റെ ഒരു സർവീസ് വളരെ സാക്രിഫിഷ്യൽ ആയിട്ട് വളരെയധികം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരാണ് സെലൻസ്കി. ഓക്കെ, വ്ളോഡിമിർ സെലൻസ്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവിടുത്തെ 6ാമത്തെയും ഇപ്പോഴത്തെ നിലവിലത്തെയും പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോ എങ്ങനെയാണ് ചോദിക്കുകയാണ് എത്രാമത്തെ പ്രസിഡന്റ് ആണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 6th പ്രസിഡന്റ് ആണ് സെലൻസ്കി. ഓക്കെ, നിലവിലെ 2019 മുതൽ യുക്രൈന്റെ പ്രസിഡന്റ് ആരാണ്? നമ്മളുടെ വ്ളോഡിമിർ സെലൻസ്കി ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു റഷ്യ യുക്രൈൻ വാർ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഡെമോക്രസി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കറേജിയസ് എഫേർട്സിന് ജോൺ എഫ് കെനഡി എന്ന് പറയുന്ന ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ജോൺ എഫ് കെനഡി അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് കറേജിയസ് എഫേർട്സ് ടു പ്രൊട്ടക്ട് ഡെമോക്രസി എന്നുള്ള ഒരു ഫീൽഡിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ്. ജോൺ എഫ് കെനഡി മ്യൂസിയം ആൻഡ് ലൈബ്രറി അതിന്റെ ഓർഗനൈസ് ചെയ്ത് നടത്തുന്ന ഒരു അവാർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ 2022 ജോൺ എഫ് കെനഡി അവാർഡ് ജേതാവും കൂടെ ആരാണ്? സെലൻസ്കി ആണ്. ഓക്കെ, വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറയുന്ന യുക്രൈനിയൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഹൂ ഈസ് ദി ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഉത്തരാഖണ്ഡ്? ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ, സാധാരണ എപ്പോഴും ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലക്സ് എന്ന് പറയുന്ന സോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്, ഓക്കെ, അല്ലെങ്കിൽ ഇന്ന യുനിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ആളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നൊക്കെ ചോദിച്ചത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ബ്രാൻഡ് അംബാസിഡേഴ്സ് ഒക്കെ ഈച്ച് ആൻഡ് എവറി കോർണർ എന്ത് വേണമെങ്കിലും SSCക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷന് ചോദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് മാക്സിമം സമയം എടുത്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഈ ഒരു ഉത്തരാഖണ്ഡിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് പ്രസൂൺ ജോഷിയാണ്. ഓക്കെ, പ്രസൂൺ ജോഷി എന്ന് പറയുന്നത് മെക്നാൻ വേൾഡ് ഗ്രൂപ്പ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ CEO കം CCO ആണ്. ഓക്കെ, മെക്നാൻ വേൾഡ് ഗ്രൂപ്പ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ CEO കം CCO ആണ് ഈ പ്രസൂൺ ജോഷി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെയാണ് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രസൂൺ ജോഷി എന്ന് പറയുന്ന പേര് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീയൊക്കെ നൽകി ആദരിച്ച വ്യക്തിയാണ്. അദ്ദേഹം ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ആ അഡൽട്ട് ഓർ യൂണിവേഴ്സൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് ഒരു ഫിലിം സെൻസറിംഗ് ബോർഡ് അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ്. അതിന്റെ ചെയർമാൻ ആയിട്ട് ഇരുന്ന വ്യക്തിയാണ്. ഇപ്പൊ അദ്ദേഹം നിലവിൽ ഹീസ് കറന്റ്ലി ദ ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യമുണ്ട്, ഹു ഇസ് ദി ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതും ചോദിക്കാം. പത്മശ്രീ അവാർഡി ആയിട്ടുള്ള പ്രസൂൺ ജോഷിയാണ്. ഓക്കെ, ഹീസ് ഓൾസോ ദി ബ്രാൻഡ് അംബാസഡർ ഓഫ് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ്. ഓക്കെ, ഉത്തരാഖണ്ഡിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാ? അത് മുൻപ് CGL ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ആരായിരുന്നു? പുഷ്കർ സിംഗ് ധാമി. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്, ഗവർണേഴ്സ് കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹാവ് ബീൻ മെൻഷൻഡ് അണ്ടർ ഡാഷ്. ഓക്കെ, ഏത് ആർട്ടിക്കിൾ പ്രകാരം, ഏത് ആർട്ടിക്കിളാണ് പ്രൈം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം തന്നെ മെൻഷൻ ചെയ്യുന്നത്? ഓക്കെ, 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിലുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ആർട്ടിക്കിൾ 75 ആയിരുന്നു തന്നിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പാർട്ട് 5 പൊളിറ്റിയില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 5 ഇൻ ദ യൂണിയൻ എന്ന് പറയുന്ന പാർട്ട് 5 വരുന്ന ഒരു ആർട്ടിക്കിൾ 75 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 75 പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസിഡന്റിന് ജയിച്ച ഒരു ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, ഒരു അസോസിയേഷൻ ഉണ്ടാവുമല്ലോ, അതിലെ ഒരു ഒരു ലെജിസ്ലേച്ചർ പാർട്ടിയുടെ ഒരു ലീഡറായിട്ട് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ പറയുന്നത് എങ്ങനെയാണ്? ദ പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓൺ ദി അഡ്വൈസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഒരു ഇലക്ഷൻ കഴിഞ്ഞു, ഒരു ഫ്രണ്ടിന് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തു? കൂടുതൽ മുന്നണി മെജോറിറ്റി കിട്ടി. അവരിൽ നിന്ന് ഒരു ലീഡറെ അവർ തെരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുക്കുന്ന വ്യക്തി പ്രസിഡന്റിനെ കണ്ട് എനിക്ക് ഇത്ര പേരുടെ മെജോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞ്, എനിക്ക് ഇത്ര പേരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ട് പ്രസിഡന്റിനെ അപ്രോച്ച് ചെയ്യുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് ആ വ്യക്തിയുടെ ഒരു മെജോറിറ്റി കണക്കിലെടുത്ത് അദ്ദേഹത്തിനെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെ പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസോട് കൂടി പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 75 എന്ന് പറയുന്നത്. ഓക്കെ, ദി പ്രൈം മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ആൻഡ് ദി അതർ മിനിസ്റ്റേഴ്സ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓൺ ദി അഡ്വൈസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ഓൺ ദി അഡ്വൈസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. ടേം വളരെ ബ്രാക്കറ്റിലിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ചീഫ് മിനിസ്റ്റർ ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ 164 എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം. അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ ഓൺ ദി അഡ്വൈസ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ രീതിയിൽ ചോദിക്കാം. 164. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ 2021 ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ 23rd January ആസ് ഡാഷ് ടു കമ്മമറേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, നമ്മൾക്കറിയാം നമ്മുടെ നേതാജി, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് 23rd January. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ഓർമ്മിക്കുന്ന രീതിയിൽ, കമ്മമറേറ്റ് എന്നുള്ള വേർഡ് ഓർമ്മിക്കുന്ന രീതിയിലാണ്. അപ്പൊ ആ ഒരു ആദരവിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2021 ആ ജനുവരി 23 എന്ന് പറയുന്ന ദിവസത്തിന് മറ്റൊരു പേര് നൽകി, ഒരു വിശേഷണം നൽകിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കറണ്ട് അഫയേഴ്സ് എവിടെ വരെ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ ദിവസത്തെ പരാക്രം ദിവസം എന്നാണ് അറിയപ്പെടുന്നത്. പരാക്രം ദിവസം എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് ആ ദിവസത്തെ നെയിം ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ 23rd January ആസ് പരാക്രം ദിവസ് ടു കമ്മമറേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് സുഭാഷ് ചന്ദ്രബോസ്. കമ്മമറേറ്റ് എന്നുള്ള വാക്ക് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഇനിയിപ്പോ അങ്ങനെ റോങ്ലി സ്പെൽഡ് വേർഡ് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതേ ഒരു വേറെ അദ്ദേഹത്തിന്റെ ഒരു ആദരസൂചകമായിട്ട് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഹൗറ, വെസ്റ്റ് ബംഗാളിലെ ഹൗറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഹരിയാനയിലേക്ക് പോകുന്ന കൽക്ക മെയിൽ എന്ന് പറഞ്ഞ് വളരെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന്റെ പേര് നേതാജി എക്സ്പ്രസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അങ്ങനെയും ചോദിക്കാം, വിച്ച് ട്രെയിൻ ഹാസ് ബീൻ റീനെയിംഡ് ആസ് നേതാജി എക്സ്പ്രസ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കൽക്ക മെയിൽ ആണ്. ഓക്കെ, കൽക്ക മെയിൽ അല്ലെങ്കിൽ കൽക്ക മെയിൽ ട്രെയിൻ എവിടെയാണ്? ഹൗറ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഹൗറയിൽ നിന്നും ഹരിയാനയിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വിന്നർ ഓഫ് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 ഇസ് ഡാഷ്. അപ്പൊ നമുക്കറിയാം ഖത്തറിൽ വേൾഡ് കപ്പ് നടന്ന് കഴിഞ്ഞേ ഉള്ളൂ, ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ആരായിരുന്നു ചാമ്പ്യൻസ് എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, വളരെ അറിഞ്ഞിരിക്കുന്ന ഒരു ആൻസർ ആണ്. ആരാണ്? അർജന്റീനയാണ്. ഓക്കെ, അർജന്റീന, ലയണൽ മെസ്സി ക്യാപ്റ്റൻ ആയിട്ടുള്ള അർജന്റീനയാണ് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 ചാമ്പ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനലിൽ ആരായിരുന്നു? അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫൈനലിൽ ആരായിരുന്നു അർജന്റീനയുടെ ഒപ്പോണന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് ആയിരുന്നു. ഓക്കെ, ഷൂട്ട് ഔട്ടിലാണ് അവസാനം നമ്മൾ എന്ത് ചെയ്ത് അർജന്റീന കപ്പടിക്കുന്നത്. ഓക്കെ, ഇനി ഗോൾഡൻ ഗ്ലൗ ആർക്കാ കിട്ടി? എമിലിയനസ് മാർട്ടിനസ് എന്ന് പറയും, എമി എന്നൊക്കെ അറിയപ്പെടുന്ന അർജന്റീനിയൻ ഗോളിക്കാണ് കിട്ടിയത്, ഗോൾ കീപ്പർക്കാണ് കിട്ടിയത്. ഇനി ഗോൾഡൻ ബോൾ കിട്ടിയത് നമ്മുടെ ലയണൽ മെസ്സിക്കാണ്. ഓക്കെ, പിന്നെ ഗോൾഡൻ ബൂട്ട് കിട്ടിയത് ആർക്കാണ്? കിലിയൻ എംബാപ്പയ്ക്കാണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഓർത്തു വെക്കുക. ഫെയർ പ്ലേ ട്രോഫിക്ക് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനാണ്. ഓക്കെ, ഫെയർ പ്ലേ ട്രോഫി ആർക്കാണ് കിട്ടിയെന്ന് വെച്ചാൽ അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കളിച്ചതുകൊണ്ടാണ്, കളിച്ച 5 കളിയിലും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കളിച്ചതുകൊണ്ട് ഇംഗ്ലണ്ട് ടീമിനാണ് ഫെയർ പ്ലേ ട്രോഫി കൂടെ കിട്ടിയിട്ടുള്ളത്. കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഫിഫ വേൾഡ് കപ്പിന്റെ മാസ്കോട്ട് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ലൈബ് എന്ന് പറയുന്ന വേർഡാണ്. ഓക്കെ, ലൈബ് എന്ന് പറയുന്ന വേർഡാണ് അതിന്റെ ഒഫീഷ്യൽ മാസ്കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം വേണമെങ്കിൽ ചോദിക്കാം, ബോൾ ഏതായിരുന്നു? ഒഫീഷ്യൽ ബോൾ ഏതായിരുന്നു? ആൽ റിഖ്ല എന്ന് പറഞ്ഞ ബോളായിരുന്നു. പിന്നെ ഫൈനൽ കളിച്ചത് അൽഹിൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ബോളായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഹൂ ഇസ് ദി ഓഥർ ഓഫ് ദി ബുക്ക് ജ്യോതി പഞ്ച്? ഓക്കെ, ജ്യോതി പഞ്ച് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓഥർ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2009 എഴുതിയ പുസ്തകമാണെങ്കിൽ പോലും അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി എഴുതിയ പുസ്തകമാണ് ജ്യോതി പഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കാണ് ജ്യോതി പഞ്ച്. പബ്ലിഷ് ചെയ്ത് 2009 ഓക്കെ, നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി എഴുതിയ പുസ്തകമാണ് ഇത് ജ്യോതി പഞ്ച്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ഖലാകോഡ ആർട്സ് ഫെസ്റ്റിവൽ ഈസ് ആൻ ആനുവൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ഡാഷ്. ഓക്കെ, ഏത് സിറ്റി അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്സ് ഫെസ്റ്റിവൽ ആണ് ഖാലാഗോഡ എന്ന് പറയുന്ന ആനുവൽ ആർട്സ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഖാലാഗോഡ ആർട്സ് ഫെസ്റ്റിവൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലുള്ള മുംബൈയിലാണ്. ഓക്കെ, ഖാലാഗോഡ ആർട്സ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സൗത്ത് മുംബൈയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ആനുവൽ ആർട്സ് ഫെസ്റ്റിവൽ ആണ് ഖാലാഗോഡ എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആണ്. ഓക്കെ, 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. ഇത് ഫസ്റ്റ് സാറ്റർഡേ, ഫെബ്രുവരിയിലെ ആദ്യത്തെ ശനിയാഴ്ച തുടങ്ങുന്ന ആഘോഷമാണ്. ഓക്കെ, ഫെബ്രുവരിയിലെ ആദ്യത്തെ ശനിയാഴ്ച തുടങ്ങുന്ന ഒരു ആഘോഷമാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഖാലാഗോഡ ആർട്സ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലുള്ള മുംബൈയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയുമായിട്ട് ബന്ധപ്പെട്ട് ആർട്സ് ഫെസ്റ്റിവൽ, ഡാൻസ്, ആർട്ട് ഫോംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത, ഇൻ വിച്ച് സ്റ്റേറ്റ് ഇസ് പങ് ചോളോം ഡാൻസ് പെർഫോം? പങ് ചോളോം എന്ന് പറയുന്ന ഡാൻസ് പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഓക്കെ, അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലായിരിക്കും. ഏതാണ്? മണിപ്പൂരാണ്. ഓക്കെ, മണിപ്പൂരിലാണ് പങ് ചോളോം എന്ന് പറയുന്ന ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, മണിപ്പൂരി സങ്കീർത്തന മ്യൂസിക്, അതുപോലെ തന്നെ ക്ലാസിക്കൽ മണിപ്പൂരി ഡാൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന്റെ ഒരു ആത്മാവ് എന്നൊക്കെ രീതിയിൽ അറിയപ്പെടുന്ന ഡാൻസ് ആണ് എന്ത്? പങ് ചോളോം എന്ന് പറയുന്ന ഡാൻസ്. ഓക്കെ, ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓർ ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മണിപ്പൂർ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 72 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഡാഷ്. ഓക്കെ, ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത് പാർട്ട് 5 യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. ഏത് പ്രൊവിഷനുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 72 എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഒരു പവറാണ്. ഓക്കെ, ഒരു നമുക്കിപ്പോ ഒരു സുപ്രീം കോടതി ഒരു വിധി വിധിച്ചു. ഓക്കെ, വിധിച്ചു, അത് ഒരു പ്രതിയെ എന്ത് ചെയ്യാൻ പറ്റും? തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ദയാഹർജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ആ ദയാഹർജി പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടില്ലേ? ലാസ്റ്റ് മിനിറ്റിലൊക്കെ ദയാഹർജി ലഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വരുന്ന സിനിമ കണ്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ ഏത് പ്രൊവിഷൻ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 72 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 72 പറയുന്നത് എങ്ങനെയാണ്? ദ പവർ ഓഫ് പ്രസിഡന്റ് ടു ഗ്രാന്റ് പാർഡൺ ആൻഡ് ടു എക്സെട്ര ആൻഡ് ടു സസ്പെൻഡ്, റെമിറ്റ് ഓർ കമ്മ്യൂട്ട് സെന്റൻസ് ഇൻ സർട്ടൻ കേസസ്. എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ ഹർജിക്ക് അളവ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു
ഒരു വിധി വന്നതിൽ പുനഃപരിശോധന നടത്താൻ അങ്ങനെ പറയാൻ പറ്റും, അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ റെമിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ബന്ധപ്പെട്ട പ്രസിഡന്റിന്റെ പ്രത്യേക പവറുകളെ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് മെൻഷൻസ് ദ പവർ ഓഫ് പ്രസിഡന്റ് ടു ഗ്രാന്റ് പാർഡൻസ് എക്സെട്ര ടു സസ്പെൻഡ് ഓർ റെമിറ്റ് ഓർ കമ്മ്യൂട്ട് സെന്റൻസ് ഇൻ സർട്ടൻ കേസസ്. ഓക്കെ, ദയാഹർജി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ദയാഹർജി ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ആർട്ടിക്കിൾ 72 ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നുണ്ട്. ദ്രോണാചാര്യ അവാർഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഓക്കെ, ആർട്സ് ആണോ, ലിറ്ററേച്ചർ ആണോ, സ്പോർട്സ് ആണോ, ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ദ്രോണാചാര്യ എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഓക്കെ, സ്പോർട്സ് ഈ ട്രെയിനേഴ്സ് ഉണ്ടല്ലോ, ട്രെയിനേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഓക്കെ, ട്രെയിനേഴ്സിന് അവരുടെ ഒരു എക്സലൻസിന് വാർത്തെടുക്കുന്നതിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഓക്കെ, കുറെ പറയുന്നത് ഇപ്പോൾ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്, സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഈ വർഷം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപ് പുള്ളിയിലെ ഗോപിചന്ദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക്, ബാഡ്മിന്റന്റെ ട്രെയിനർ ആയിട്ടുള്ള വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ദ്രോണാചാര്യ അവാർഡ്സ് ആർക്കൊക്കെ കിട്ടിയെന്ന് 2022 ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അർജുന അവാർഡ്സ് ഉണ്ട്, ഖേൽരത്ന അവാർഡ്സ് ഉണ്ട്. അത്രയും അവാർഡ്സുകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെ പോകുന്നുണ്ട്. ദ ഫസ്റ്റ് അമെൻഡ്മെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് മെയ്ഡ് ഇൻ ദി ഇയർ ഡാഷ്. ഓക്കെ, ഫസ്റ്റ് അമെൻഡ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ആദ്യത്തെ ഭേദഗതി അല്ലെങ്കിൽ അമെൻഡ്മെന്റ് നടത്തിയ വർഷം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് വളരെ ഫെമിലിയർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. 1951 ആണ്. ഓക്കെ, 1951 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ആദ്യത്തെ അമെൻഡ്മെന്റ് നടക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഭേദഗതി നടക്കുന്നത് 1951 അതുവഴിയാണ് കുറെ അമെൻഡ്മെന്റ്സ്, കുറെ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിലില്ലെങ്കിൽ പോലും മറ്റൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് 9th ഷെഡ്യൂള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഏത് അമെൻഡ്മെന്റ് പ്രകാരമാണെന്നുള്ളൊരു ചോദ്യം സാധാരണ ചോദിച്ചു വരാറുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം, മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ അത് കൂട്ടിച്ചേർത്തതും ഫസ്റ്റ് അമെൻഡ്മെന്റ് പ്രകാരമാണ്. ഓക്കെ, അതുവരെ 8 ഷെഡ്യൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. 9th ഷെഡ്യൂൾ കൂട്ടിച്ചേർക്കുന്നത് എപ്പോഴാണ്? 1951 ഫസ്റ്റ് അമെൻഡ്മെന്റ് പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ട ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ഷെഡ്യൂളാണ് ഏത്? 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അമെൻഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി ഫസ്റ്റ് അമെൻഡ്മെന്റ് ഓൺ ദി ഇയർ 1951. ഓക്കെ, അപ്പോൾ 1951 എന്നുള്ള വർഷം ഓർത്തു വെക്കുക, മറക്കാതെ ഓർത്തു വെക്കുക. ഓക്കെ, ഇൻ വിച്ച് ഇയർ വാസ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഫോം? ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും സാധാരണ ചോദിക്കാറുണ്ട്. ഇത്തവണയും ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചിട്ടുള്ള വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 1925 26th ജാനുവരിയിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. 26th ഡിസംബർ 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, 26th ഡിസംബർ 1925. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുക, സർവ്വസാധാരണമാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റൻ എങ്ങനെയാണ്? ദ ഹൈയസ്റ്റ് പീക്ക് ഓഫ് അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് ഇസ് ഡാഷ്. ഓക്കെ, അരുണാചൽ പ്രദേശ് സ്റ്റേറ്റിലെ ഹൈയസ്റ്റ് പീക്ക് ഏതാണ്? ഓക്കെ, ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട വരുന്നൊരു ചോദ്യമാണ്. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ്. ആ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ഏറ്റവും ഹൈയസ്റ്റ് പീക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം. മൗണ്ട് കാങ്ടോ ആണ് കേട്ടോ. മൗണ്ട് കാങ്ടോ എന്ന് പറയുന്ന ഒരു പീക്കാണ്. ഓൾസോ നോൺ ആസ് കങ്കാഡോ റൈസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പീക്കാണ്. കങ്കാഡോ റൈസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അതാണ് അരുണാചൽ പ്രദേശിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്. ഓക്കെ, അരുണാചൽ പ്രദേശിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് കാങ്ടോ ആണ്, അല്ലെങ്കിൽ കങ്കാഡോ റൈസ് എന്നൊക്കെ അറിയപ്പെടുന്ന പീക്കാണ്. ഓക്കെ, ഏകദേശം 7090 മീറ്റേഴ്സ് ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ്റ്റ് കമേങ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിറ്റുവേറ്റ് ചെയ്യുന്നത് മൗണ്ട് കാങ്ടോ ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാ, ഗവർണർ ആരാന്നുള്ള ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എങ്ങനെയാണ്? വിച്ച് ന്യൂസ് പേപ്പർ എഡിറ്റഡ് ബൈ ബാൽ ഗംഗാധർ തിലക് വാസ് വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ക്രിട്ടിക്സ് ഓഫ് ദി ബ്രിട്ടീഷ് റൂൾ? ഓക്കെ, ബ്രിട്ടീഷ് റൂൾ ഉണ്ടായിരുന്ന സമയത്ത് അവരെ ക്രിട്ടിക്കലി അവരെ മെൻഷൻ ചെയ്തിട്ട് വളരെ രീതിയിൽ അതിന് സ്ട്രോങ് ക്രിട്ടിക് ആയിട്ട് മാറിയിട്ടുള്ള ബാലഗംഗാധർ തിലക് എഡിറ്റർ ആയിട്ടുള്ള പേപ്പർ, ന്യൂസ് പേപ്പർ ഏതാണ്? ഫൗണ്ടർ ആയിട്ടുള്ള എഡിറ്റർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. നോട്ട് ചെയ്ത് വെക്കുക. 1881 ബേസ് ചെയ്തിട്ടുള്ള കേസരി എന്ന് പറയുന്ന മറാത്തി പേപ്പറാണ്. ഓക്കെ, കേസരി എന്ന് പറയുന്ന ഒരു മറാത്തി ലാംഗ്വേജിലുള്ള പേപ്പറാണ്. വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ക്രിട്ടിക്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിന്റെ എഡിറ്റർ എന്ന് പറയുന്നത് ബാലഗംഗാധർ തിലക് ആയിരുന്നു. നോട്ട് ചെയ്ത് വെക്കുക. ഇയർ 1881 ആണ് കേട്ടോ. 1881 കേസരി എന്ന് പറയുന്ന പേപ്പറിന്റെ വർഷം എന്ന് പറയുന്നത്. ഓക്കെ,
ഇപ്പോൾ റിലവൻ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ ഇതിന്റെ ലൈവ് ക്ലാസ്സുകളിലും ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. DRDOയുടെ ചെയർമാൻ. ഓക്കെ, 2022 വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഓർഗനൈസേഷന്റെ പുതിയ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്? ഓക്കെ, 2002 ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്, അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ DRDOന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കമ്മത്താണ്. ഓക്കെ, സമീർ വി കമ്മത്താണ്. ഓഗസ്റ്റ് 26 2022 ഡോക്ടർ സമീർ വി കമ്മത്താണ് DRDOന്റെ ചാർജ് അസ്യൂം ചെയ്യുന്നത്, അതായത് അപ്പോയിന്റ് ചെയ്യുന്നത് ഡോക്ടർ സമീർ വി കമ്മത്തിനാണ്. DRDO എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്, നമ്മൾ പറഞ്ഞു. 1958 ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ സമീർ വി കമ്മത്താണ് DRDOന്റെ ചെയർമാൻ ആയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. ISROന്റെ ചെയർമാൻ ആരാണ്? ISROന്റെ ചെയർമാൻ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എസ് സോമനാഥ് ആണ്. മലയാളിയാണ്, റോക്കറ്റ് സയന്റിസ്റ്റ് ആണ്. ഡോക്ടർ എസ് സോമനാഥ് ആണ് ISROന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. കെ ശിവൻ അല്ലെങ്കിൽ കൈലാസ വടിവു ശിവൻ മാറിയിട്ട് പുതിയ ആളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എസ് സോമനാഥ് ആണ്, ISROന്റെ ചെയർമാൻ. ഇനി ഡോക്ടർ സമീർ വി കമ്മത്ത് ആരാണ്? DRDOന്റെ ചെയർമാൻ ആണ്. കൺഫ്യൂസ് ചെയ്യാതെ നോട്ട് ചെയ്ത് വെക്കാം. വാട്ട് വാസ് ദ തീം ഓഫ് ദി വേൾഡ് എയ്ഡ്സ് ഡേ 2022? ഡിസംബർ 1 നമ്മൾ എയ്ഡ്സ് ദിനമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ദിവസത്തിന്റെ തീം എന്താണെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഉറപ്പായിട്ടും പറഞ്ഞിരുന്നതാണ് ഇമ്പോർട്ടന്റ് ഡേയ്സ്, അതുമായി ബന്ധപ്പെട്ട തീമുകളെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ വേൾഡ് എയ്ഡ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ് ഇത്തവണ GDക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ, അതുപോലെ തന്നെ മറ്റൊരുപാട് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളുടെയൊക്കെ തീം കാര്യങ്ങളൊക്കെ ഏതൊക്കെ ദിവസമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. വേൾഡ് എയ്ഡ്സ് ഡേന്റെ തീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വലൈസ് എന്നായിരുന്നു. ഇക്വലൈസ് എന്ന് പറയുന്ന ഒറ്റ വേർഡാണ്. ഇക്വലൈസ് എന്ന് പറയുന്ന ഒറ്റ വേർഡാണ് വേൾഡ് എയ്ഡ്സ് ഡേയുടെ 2022 തീം എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നവംബർ 11 വേറൊരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. നവംബർ 11 പ്രത്യേകത എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ്. ചേഞ്ചിങ് കോഴ്സ് ട്രാൻസ്ഫോമിങ് എഡ്യൂക്കേഷൻ എന്നാണ് കഴിഞ്ഞ വർഷത്തെ എഡ്യൂക്കേഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത്. നാഷണൽ 11th എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ്. നവംബർ 11th എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു 2008 മുതൽ നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ വർഷത്തെ തീം എന്താണെന്ന് മറ്റൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക, ചേഞ്ചിങ് കോഴ്സ് ട്രാൻസ്ഫോമിങ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. അതിന്റെ തീം എന്താണെന്ന് ഈക്വലൈസ് എന്ന് പറയുന്ന ഇനി മൗണ്ട് എവറസ്റ്റ് ഈസ് കോൾഡ് ഡാഷ് ഇൻ നേപ്പാൾ. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സാഗർമാത എന്നാണ് നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത്. സാഗർമാത എന്നാണ് മൗണ്ട് എവറസ്റ്റ് നേപ്പാളിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നത്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ബോൺ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അറിയാം, നമുക്ക് തൊടയിലുള്ള ഫീമർ എന്ന് പറയുന്ന ബോണാണ് ഏറ്റവും വലിയ തൈ ബോൺ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബോൺ എന്ന് പറയുന്നത് ഫീമർ ആണ്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ്, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്ട്രോങ്സ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ്, ലാർജസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ്, ഹോർലിക്സിന്റെ പരസ്യമാണെന്ന് വിചാരിക്കരുത്. ലോങ്സ്റ്റ്, ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി ഏതാണ്? ഫീമർ എന്ന് പറയുന്ന തൈ ബോൺ ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. Who was appointed as the first Lokpal of India in 2019? നല്ലൊരു ചോദ്യമാണ്. ലോക്പാൽ എന്ന് പറയുന്നത് എന്താണ്? കറപ്ഷനൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബോഡിയെ രൂപീകരിക്കുന്നതാണ് ലോക്പാൽ എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ചെയർമാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലോക്പാലായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം. രണ്ടുപേരെ നിലവിൽ ഇതുവരെ ലോക്പാൽ ആയിട്ടുള്ളൂ. ഒരാൾ മാറി, പുതിയ ആൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ അപ്പോയിന്റ് ചെയ്ത ആളുടെ പേര് ജസ്റ്റിസ് PC ഘോഷ് എന്നാണ്. പിനാക്കി ചന്ദ്ര ഘോഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിനാക്കി ചന്ദ്ര ഘോഷിനെയാണ് ഫസ്റ്റ് ലോക്പാൽ ആയിട്ട് 2019 അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞ് പുതിയ ആള് ലോക്പാൽ ചാർജ് എടുത്തിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പ്രദീപ് കുമാർ മൊഹന്തി. പ്രദീപ് കുമാർ മൊഹന്തി എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ ലോക്പാൽ എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ലോക്പാലാണ് PC ഘോഷ് അല്ലെങ്കിൽ പിനാക്കി ചന്ദ്ര ഘോഷ് ആയിരുന്നു. അദ്ദേഹം മാറി ഇപ്പോൾ പുതിയ ആൾ വന്നിട്ടുണ്ട്, പ്രദീപ് കുമാർ മൊഹന്തി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. Article 280 of the Indian Constitution lays down the establishment of dash. ആർട്ടിക്കിൾ 280 എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താണ് അല്ലെങ്കിൽ എന്ത് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നല്ലൊരു ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നൊക്കെ രീതിയിലുള്ള ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഫിനാൻസ് കമ്മീഷനാണ്. ഫിനാൻസ് കമ്മീഷൻ 5 വർഷത്തേക്ക് പ്രസിഡന്റ് ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നതിനെയാണ്, ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നതിനെയാണ് ആർട്ടിക്കിൾ 280 പറയുന്നത്. 280 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയുന്ന ഒരു സംഭവമാണ് ദ ഫിനാൻസ് കമ്മീഷൻ. ദിസ് ഈസ് അപ്പോയിന്റഡ് ഫോർ ദ ടേം ഓഫ് 5 years. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഭരണഘടനാപരമായ
പരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ ചെയർമാനെയും മറ്റ് മെമ്പേഴ്സിനെയും? പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് കമ്മീഷനാണ് ആർട്ടിക്കിൾ 2280 ബന്ധപ്പെട്ട കാര്യം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഹു വാസ് ദ ഫസ്റ്റ് വുമൻ ഗവർണർ ഓഫ് ഇന്ത്യ? വുമൻ ഗവർണർ, ഇന്ത്യയിലെ ഫസ്റ്റ് വുമൻ ഗവർണർ ആരായിരുന്നു? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, നമുക്കറിയാം സരോജിനി നായിഡു ആണ്. ഓക്കെ, സരോജിനി നായിഡു ഉത്തർപ്രദേശ് എന്ന സ്റ്റേറ്റിന്റെ ആദ്യത്തെ ഗവർണർ ആവുന്നത് വഴി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആവുന്ന വ്യക്തി കൂടിയാണ്. ഓക്കെ, സരോജിനി നായിഡു ആണ്. ഓക്കെ, ഉത്തർപ്രദേശിലെ 15th ഓഗസ്റ്റ്, അതായത് ഫ്രീഡം അറ്റൈൻ ചെയ്യുന്ന അതേ ദിവസം മുതൽ 1949 മാർച്ച് 2 വരെ ഉത്തർപ്രദേശിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തിയായിരുന്നു ശ്രീമതി സരോജിനി നായിഡു. ഓക്കെ, അവരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വുമൻ ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ ഗവർണർ ആരാണ് ഇപ്പോഴത്തെ നിലവിലെ? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഫിഫ ഓക്കെ എവിടെയാണ്? സിറ്റുവേറ്റഡ് ഇൻ ഡാഷ് എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിലുള്ള സൂറിച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, സൂറിച്ച് എന്ന് പറയുന്നതാണ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡേ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് ഫിഫയുടെ ഫുൾ ഫോം. ഓക്കെ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സൂറിച്ചിലാണ്, സ്വിറ്റ്സർലാൻഡിലുള്ള സൂറിച്ചിലാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതുപോലെ ബന്ധപ്പെട്ട യുനെസ്കോ, UNO അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് യൂണിഫോം സിവിൽ കോഡ്? ഓക്കെ, സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ഓക്കെ, ഏതാണെന്നുള്ളതാണ് ചോദ്യം. നോട്ട് ചെയ്ത് വെക്കുക. ആർട്ടിക്കിൾ 44 ആണ്. ഓക്കെ, കറന്റ്ലി ഇപ്പോഴത്തെ ഒരു പോളിറ്റി ബേസ്ഡ് ആണെങ്കിലും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് രീതിയിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, കാരണം പല സ്റ്റേറ്റുകളും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എല്ലാം യൂണിഫോം സിവിൽ കോഡ് വരുന്നുവെന്ന് പൊളിറ്റിക്കൽ പാർട്ടീസ് പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ന്യൂസിലൊക്കെ നിറഞ്ഞിരിക്കുന്ന സംഭവം ആയതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, പാർട്ട് 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ജസ്റ്റിസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അപ്രോച്ച് ചെയ്തത് എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കോടതിയെ സമീപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമല്ല സിവിൽ കോഡ് എന്ന് പറയുന്നത്. നമുക്ക് രാജ്യത്തൊട്ടാകെ ഒരേ നിയമം നടപ്പിലാക്കുക എന്നുള്ളൊരു സംഭവമാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുവരെ ഗോവ എന്ന് പറയുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക. ഒരേ ഒരു സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 44 ഏതാണ്? യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഹരിഹര ആൻഡ് ബുക്ക വർ ദ ഫൗണ്ടേഴ്സ് ഓഫ് ഡാഷ് എംപയർ. ഓക്കെ, ഏത് എംപയറിന്റെ ഫൗണ്ടേഴ്സ് ആണ് ഈ ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറയുന്നത്? ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. വിജയനഗര എംപയർ. ഓക്കെ, വിജയനഗര എംപയറിന്റെ ഫൗണ്ടേഴ്സ് ആണ് ആര്? ഈ സംഗമ ഡൈനാസ്റ്റിയിലുള്ള നമ്മുടെ ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറയുന്നത്. ഓക്കെ, വിജയനഗര എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സംഗമ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, ഹരിഹര ബുക്ക എന്ന് പറയുന്ന രണ്ട് ഫൗണ്ടേഴ്സ് ആണ് അതിനുള്ളത്. ഓക്കെ, 1327 മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൈനാസ്റ്റിയിലുള്ള ആളുകൾ അവരുടെ ഈ ഹരിഹരയും പിന്നെ അതുപോലെ തന്നെ ബുക്കയുടെയും അച്ഛനെ ജയിലിലായിട്ട് പ്രസിഡന്റായിട്ട് മാറ്റുന്നുണ്ട് 1327. അതിനുശേഷമാണ് ഇവർ ഒരു സംഗമ എന്ന് പറയുന്ന ഡൈനാസ്റ്റി ഫോം ചെയ്തത്. ലേറ്റർ 1336 അവർ വിജയനഗര എന്ന് പറയുന്ന ഒരു എംപയർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, വിജയനഗര എംപയറിന്റെ ഫൗണ്ടേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹരിഹര ആൻഡ് ബുക്ക. ഓക്കെ, ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്നലെയും GD കോൺസ്റ്റബിളിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റൻ എങ്ങനെയാണ്? ഹു വാസ് ദ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ? ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ, ഓക്കെ, ധനകാര്യമന്ത്രി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. RK ഷൺമുഖം ചെട്ടി. ഓക്കെ, RK ഷൺമുഖം ചെട്ടി ഈ സെർവ്ഡ് ആസ് ദ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഇൻ ദി മിനിസ്ട്രി ഓഫ് ജവഹർലാൽ നെഹ്റു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള 1947 മുതൽ 49 വരെ ഉള്ള ആദ്യത്തെ മിനിസ്ട്രിയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു? RK ഷൺമുഖം ചെട്ടി. ഓക്കെ, RK ഷൺമുഖം ചെട്ടി. റെയിൽവേ മന്ത്രി ആരായിരുന്നു? ജോൺ മത്തായി. ഓക്കെ, ഹോം മിനിസ്റ്റർ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. RK ഷൺമുഖം ചെട്ടിയാണ് ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. റിലയബിൾ സോഴ്സിൽ നിന്ന് വളരെ ഷുവർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബേസ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് തറവായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് റിവിഷൻ ചെയ്യുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 44 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 72 ഒക്കെ ചോദിച്ച സ്ഥിതിക്ക് മറ്റ് ആർട്ടിക്കിളുകളും ചോദിക്കാം. ഓക്കെ, നാഷണൽ പാർക്കുകൾ ചോദിക്കാം, വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ ചോദിക്കാം. ഓക്കെ,
അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാവൂ എന്നൊന്നുമില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതൊരു മോഡലാക്കി വെച്ചുകൊണ്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിലുള്ള നന്നായിട്ട് പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ നമ്മൾ പറയുന്ന പോലെ ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് ആൻഡ് ഡ്രൈവ്. ഓക്കെ, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയം ഉറപ്പാണ്. ഓക്കെ, നല്ല രീതിയിലുള്ള വാക്കൻസികൾ ഇത്തവണ SSC GD കോൺസ്റ്റബിളിനുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ എല്ലാവരും ഓക്കെ എൻട്രിയിലെ ഈ ഒരു യൂസേഴ്സ് മാത്രമല്ല എല്ലാവർക്കും തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ ഒരു നല്ലൊരു ശ്രദ്ധയ്ക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ CHSL എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പുതിയ കലണ്ടർ പ്രകാരം ഏപ്രിൽ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, CGL വിളിക്കാൻ പോകുന്നുണ്ട്. മെയ്യിൽ പിന്നെയും CHSL വരുന്നുണ്ട്. ജാനുവരി 17 MTS വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് വരികയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിന്റെ എല്ലാം പുതിയ സിലബസ്, റിവൈസ്ഡ് സിലബസിന്റെ പുതിയ പുതിയ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ആപ്പ് യൂസ് ചെയ്യാത്ത ആളുകൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് വേണമെന്നുള്ളവർ ആപ്പ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഇതിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇനി പുതിയൊരു സെഷനിൽ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.